Listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on My Tips. വൈ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്നവർ റാന്നി സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും റാന്നി സെയിൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുമാണ്. അവരെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ ജോസ് പി മാത്യു, സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, റാന്നി. മിസ്റ്റർ ജിജു വെർഗീസ്, മോട്ടിവേഷണൽ സ്പീക്കർ, ട്രെയിനർ ആൻഡ് റേഡിയോ ജോക്കി. ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ, മാനേജർ, സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂൾ, റാന്നി. റെവറൻ ഡോക്ടർ ജോർജ് വർഗീസ്, മാർത്തോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, എറണാകുളം. ഏതൊരു സംസ്കാരത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ധാർമ്മികതയാണ്. ധാർമ്മികത എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ സംസ്കാരം നഷ്ടപ്പെടും. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. സംസ്കാരം നഷ്ടപ്പെടുന്നതിന് മുൻപ് അവിടെ വലിയ ഒരു ആളിക്കത്തലുണ്ടാകും. അത് ആന്തരികമായിട്ടുള്ള ചില വിപ്ലവങ്ങളിലേക്ക് നയിക്കപ്പെടും. അതോടുകൂടെ അവിടുത്തെ ധാർമ്മികത നഷ്ടപ്പെടും. ജനങ്ങൾ ബോധിച്ച വഴിയെ നടപ്പാൻ തുടങ്ങും. അതാണ് സംസ്കാരത്തിൻ്റെ പതനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹം നിലനിൽക്കുന്നത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ധാർമ്മികതയ്ക്ക് വേണ്ട വില കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എത്തിക്കൽ ലിവിങ് അഥവാ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ധാർമ്മികത ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ധാർമ്മികതയെ എന്തിനാവശ്യം സമൂഹം നിലനിൽക്കാനായിട്ട്? ഇതില്ലെങ്കിൽ തന്നെ സമൂഹത്തിന് ജീവിക്കരുതോ? സമൂഹത്തിന് നിലനിൽക്കരുതോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാട്ട് ഒരു സമൂഹം നിലനിൽക്കാനായിട്ട് ധാർമ്മികത ആവശ്യമാണോ? തീർച്ചയായും ഒരു സമൂഹം നിലനിൽക്കുവാൻ ധാർമ്മികത ഒരു ആവശ്യ ഘടകം തന്നെയാണ്. ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായി ഏതെങ്കിലും ഒരു ധാർമ്മികത ഒന്ന് പറയാമോ? സത്യം. ഓ, സത്യം. അതെ, സത്യം എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെയാണ് സത്യം എന്നത്. ഇപ്പോൾ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം അത് തന്നെ ഒരു സത്യം എന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ളതാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്ന സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാണ് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ധാർമ്മികതയ്ക്ക് വല്ല സ്ഥാനമുണ്ടോ സമൂഹത്തിന്റെ നിലനിൽപ്പില്? സത്യം മാത്രമല്ല, ബഹുമാനം എന്നതും അതിനോടൊപ്പം തന്നെ വില കൊടുക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ധാർമ്മികതയുടെ മറ്റൊരു വശമാണ് ബഹുമാനം എന്ന് പറയും. സത്യം, ബഹുമാനം. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ധാർമ്മികത സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് സാധിക്കുമോ? എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാട്ടെ. യെസ്. സത്യം, നീതി, ധർമ്മം എല്ലാം നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യമായിട്ടൊരു ഘടകങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ ഒരു തലമുറയിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നീതി, ധർമ്മം, ബഹുമാനം
ഇതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലുള്ള വലിയൊരു വേദനയാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത് അല്ലേ? മറ്റെന്തെങ്കിലും ഈ ധാർമ്മിക മൂല്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമോ? വേറെ എന്തെങ്കിലും ഉണ്ട്? യെസ്, പറഞ്ഞാട്ടെ. സ്നേഹം ഉണ്ടെങ്കിൽ മറ്റ് ധാർമ്മിക മൂല്യങ്ങളൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതെല്ലാം അധിഷ്ഠിതമായിരിക്കുന്ന സ്നേഹത്തിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ സ്നേഹമാണ് ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്നാണ് ഘടകം ഞാൻ വിശ്വസിക്കുന്നത്. മറ്റേതെങ്കിലും മൂല്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ധാർമ്മിക മൂല്യം? യെസ്, ഷെയറിംഗ് മെന്റാലിറ്റി വേണം. പങ്കിടിയിൽ ഷെയറിംഗ് മെന്റാലിറ്റി, മറ്റുള്ളവരെ കുറിച്ചൊരു ബോധം നമ്മൾ ഉണ്ടായിരിക്കണം. ഞാൻ മാത്രമല്ല, ഞാൻ അടങ്ങുന്ന സമൂഹത്തിൽ മറ്റുള്ളവരും കൂടി ജീവിക്കുന്ന ഒരു ബോധം എല്ലാവർക്കും ആവശ്യമാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ച, അതിൽ നിന്ന് ഉളവാകുന്ന ഒരു ഷെയറിംഗ് മനോഭാവം അല്ലേ? ഓക്കെ, യെസ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖം മിശ്രിതമാണ്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം കൂടി ഉണ്ടെങ്കിലേ സമൂഹം മുന്നോട്ട് പോകും. ഈ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇതേ ഉദ്ദേശിച്ചേ? നമ്മൾ തോറ്റു കൊടുക്കുക എന്നല്ല, എല്ലാവരും മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ തന്നെ എല്ലാ സ്ഥാനങ്ങളും കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ ഒരാൾ താഴ്മയാണ് അവിടെ ഏറ്റവും വിനയം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. വിനയമുള്ളവൻ മാനം പ്രാപിക്കും എന്നാണല്ലോ പറയുന്നത് അല്ലേ? അപ്പൊ വിനയം എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മിക മൂല്യത്തിന്റെ ഒരു അടിത്തറയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പറഞ്ഞാട്ടെ. ഇന്റഗ്രിറ്റി, വിശ്വാസ്യത അല്ലേ? എംപതി, കരുണ, കരുണ, ധൈര്യം വേണം എതിർത്ത് നിൽക്കുവാനുള്ള, സോഷ്യൽ ഇക്വാലിറ്റി വേണം, ജസ്റ്റിസ് വേണം. എന്നാലേ ഒരു ധാർമ്മികതയിൽ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ച് കുറവുകളുണ്ട്. അതൊക്കെ മറ്റുള്ളവരെ കണ്ടു വേണം നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. ഓക്കെ, ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാണല്ലോ, പറഞ്ഞാട്ടെ. എന്റെ സുഹൃത്തിനോട് ഞാൻ യോജിക്കുന്നു. സത്യം, ധർമ്മം, സത്യസന്ധത, ഇങ്ങനത്തെ മൂല്യങ്ങൾ ഉണ്ടെങ്കിലേ ഈ സമൂഹം ഇന്ന് നിലനിൽക്കുകയുള്ളൂ. ദൈവം നമ്മളെ എല്ലാം സ്നേഹം എന്ന നൂല് ചരടിൽ വെച്ചാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ നാം പേടിക്കണം. ഇതിലർത്ഥം എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും സർപ്പത്തെ പേടിയാണ്. അത് കൊത്തിയാൽ മരണമുണ്ടാകും. എന്നാൽ ഈ സത്യധർമാതി ഈ മൂല്യങ്ങൾ അധിഷ്ഠിതമല്ലാത്ത ഒരു ജീവിതം സത്യം പറഞ്ഞാൽ അതിനൊരു അർത്ഥവുമില്ല, മരണത്തിലേക്ക് നയിക്കുന്നതാണ്. അതെ, അത് അത്രയൊരു പുരുഷന്റെ ബന്ധം തന്നെ നമ്മളെ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. അത്രയും സത്യം, ധർമ്മം, ഈ മൂല്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനായി തന്നെ കണക്കാക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യനാകത്തുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞ സംഗതിയല്ല, നമ്മുടെ പഴമക്കാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു. പഴമക്കാർ പറയുന്നതൊക്കെ പലതും അർത്ഥമുള്ളതല്ലേ? അപ്പൊ നമ്മൾ അത് ഉൾക്കൊള്ളണമല്ലോ അല്ലേ? വളരെ നിങ്ങൾ ഇതിനോടൊക്കെ എഗ്രി ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കും. എഗ്രി ചെയ്യാത്ത യെസ്, ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാനുള്ള പറഞ്ഞാട്ട്. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ എല്ലാ മൂല്യം ഉണ്ടെങ്കിലും അനുസരണമില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല. ഇന്ന് ഈ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത് അനുസരണമില്ലായ്മ. നമ്മുടെ മുതിർന്നവർ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർ ഇവരൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. കാരണം അവർക്ക് നമ്മളെക്കാൾ ഒത്തിരി അറിവും എല്ലാം ഉണ്ട്. അപ്പം അനുസരണമില്ലാതെ ബാക്കി മൂല്യങ്ങൾ, ഒബീഡിയൻസ് എന്നുള്ള ആ ഒരു മൂല്യം കൂടെ ഇതിന്റെ കൂടെ ചേർക്കപ്പെടണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാലേ അതൊരു പൂർണ്ണമാകത്തുള്ളൂ അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. എനിക്കിതിലോട്ട് കൂട്ടിച്ചേർക്കാൻ എല്ലാം ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. പക്ഷെ ഇതിലെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ മൂല്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവത്തിലോട്ടുള്ള ഒരു വിശ്വാസമാണ്. മതം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിലുള്ള ഒരു ആശ്രയവും ഒരു ഡിപ്പെൻഡൻസ്, ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം ധാർമ്മികതയുടെ ഒരു അടിസ്ഥാനം ദൈവവിശ്വാസം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? ഓക്കെ, വളരെ വിലപ്പെട്ടതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നിങ്ങൾ പറയുന്നത്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അതിന് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. ധാർമ്മിക നഷ്ടപ്പെടുന്ന സമൂഹം അധപതിച്ചു പോകും എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഏതൊക്കെയാകുന്നു എന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിലപ്പെട്ടതായുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ജിജു സാറേ, ഈ ധാർമ്മിക മൂല്യങ്ങളുടെ ഒരുപാട് ഘടകങ്ങൾ ഇവർ പറഞ്ഞു. ഇതെല്ലാം വിലയുള്ള ഘടകങ്ങൾ തന്നെയല്ലേ? അപ്പം ഇതിനോട് ചേർന്ന്
ഏതെങ്കിലും ഉയർത്തിപ്പിടിക്കേണ്ടതായ ഒരു ധാർമ്മിക മൂല്യം സാറിന്റെ മനസ്സിൽ വരുന്നു എന്ന് പറയാമോ? അച്ഛാ, കുട്ടികൾ എല്ലാ ധാർമ്മിക പോയിന്റ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും ഏറ്റവും ഉയർന്ന സ്ഥാനം ഞാൻ കൊടുക്കുന്നത് റെസ്പെക്ട് അല്ലെ, ബഹുമാനം. റെസ്പെക്ട് ഫോർ സെൽഫ്, റെസ്പെക്ട് ഫോർ ദി അതേഴ്സ്, റെസ്പെക്ട് ഫോർ ദ ലോ, റെസ്പെക്ട് ഫോർ അതേഴ്സ് ഫീലിംഗ്സ്. ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഈ എത്തിക്കൽ ലിവിങ് എന്നൊരു ട്രൂത്ത് സമൂഹത്തിൽ നമുക്ക് കാഴ്ചവെക്കാൻ. ബഹുമാനിക്കുക, പരസ്പരം ബഹുമാനിക്കുക എന്നുള്ള റെസ്പെക്ട് എന്നുള്ള വലിയൊരു ആശയമാണ് സാർ. ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ബഹുമാനം ഒരാളുടെ വാക്കിൽ കൂടി മാത്രമല്ല, പ്രവർത്തികളിൽ, ഇഷ്ടങ്ങളിൽ, എന്തിനേറെ പറയുന്നു, വിചാരങ്ങളിൽ പോലും അത് പ്രതിഫലിക്കുന്ന ഒന്ന് തന്നെയാണ് ബഹുമാനം. അപ്പൊ ബഹുമാനം എന്നുള്ളതിനോട് എഗ്രി ചെയ്യുന്നുണ്ട് അവിടെ. അത് ഏതൊക്കെ മേഖലകളിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉൾക്കാഴ്ച പകർന്നു തരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്, അല്ലേ? അച്ഛാ, ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാലങ്ങൾ മാറുന്ന രീതിയിൽ തന്നെ the way that the world is changing, ബഹുമാനത്തിന്റെ പരിഭാഷ തന്നെ മാറിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യത്തെയാണ് സാർ ഉയർത്തി കാണിച്ചത്. നമ്മൾ ബഹുമാനിക്കണം. അത് എപ്രകാരം, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മേഖലകളിൽ, അത് നമുക്ക് ചർച്ചയ്ക്കായിട്ട് എടുക്കാം. അച്ഛാ, ഈ മൂല്യങ്ങളുടെ കൂട്ടത്തിൽ ഈ പല കാര്യങ്ങളൊക്കെ ഇവർ ഉയർത്തിപ്പിടിച്ചു. പ്രത്യേകിച്ച് അച്ഛന് ഏതെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ മൂല്യങ്ങളെല്ലാം ഒരാളിൻ്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത്, ഏറ്റവും വലിയൊരു മൂല്യമായിട്ട് തോന്നുന്നത്, ഏത് കാര്യത്തെയും ഒരു ഭാവാത്മകമായിട്ട് സമീപിക്കുക, വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ സ്നേഹം ഉണ്ടാകണമെങ്കിലും, ബഹുമാനം ഉണ്ടാകണമെങ്കിലും, മറ്റുള്ളവരോട് ആദരവ് ഉണ്ടാകണമെങ്കിലും എല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരാളിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടായിരിക്കണം. ക്രിയാത്മകത ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ അംഗീകരിക്കുവാനായിട്ട്, ബഹുമാനിക്കുവാനായിട്ട്, എന്നോട് തന്നെ ബഹുമാനം തോന്നുവാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനോഭാവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു ക്രിയാത്മകമായിരുന്നാൽ, ഒരു പോസിറ്റീവായിരുന്നാൽ ഇതൊക്കെ നടക്കുമെന്നാണ് അച്ഛൻ പറയുന്നത്, അല്ലേ? ഓക്കെ, നമുക്ക് അച്ഛൻ്റെ അഭിപ്രായം കൂടി ഒന്നറിയാം. അച്ഛാ, ഈ മൂല്യങ്ങളൊക്കെയും ഓരോന്നായിട്ട് ഇവർ പറഞ്ഞു, ധാർമ്മികതയൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ മനസ്സിൽ ഉരുത്തിരിയുന്നതായിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക മൂല്യങ്ങളെ ഒന്ന് എടുത്ത് പറയാവോ? ധാർമ്മികതയെ നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ കൃത്യമായിട്ട്, ഒരുപക്ഷെ ധാർമ്മികത എന്താ എന്നുള്ളത് പൊതുവെ എല്ലാവരുടെ അഭിപ്രായം എടുത്താൽ വളരെ ക്ലിയർ ആണെന്ന് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരിക്കലും വ്യക്തിപരമായിട്ട് മാത്രം സെൽഫിഷ് ആകുന്നത് കൊണ്ടാണ് പലപ്പോഴും ധാർമ്മികത ഇല്ലാത്തൊരു ലോകം ഉണ്ടാകുന്നതിന് കാരണമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സമൂഹത്തോടൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നും എല്ലാവരും സമൂഹ ജീവികളാണെന്നും ഒക്കെയുള്ള ഒരു ബേസിക് മെന്റാലിറ്റി നമ്മുടെ മനസ്സിലുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ, അതായത് പരസ്പര ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലൂടെയാണ് ധാർമ്മികത നിലനിൽക്കുന്നതെന്നുള്ള വലിയ ആശയമാണ് അച്ഛൻ പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് ധാർമ്മികതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. സത്യം, നീതി, പങ്കാളിത്തം, ഷെയറിങ്, ബഹുമാനം, റെസ്പെക്റ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇതൊക്കെ എന്താകുന്നു, എങ്ങനെ ഇതൊക്കെ പ്രാവർത്തികമാക്കാം എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൽ ആദ്യം നമുക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പം ജിജു സാർ പറഞ്ഞ റെസ്പെക്റ്റ്, ബഹുമാനം എന്നുള്ളത്. നമുക്കറിയാമല്ലോ, പഴയ കാലത്ത് നമ്മൾ ആളുകളെ ബഹുമാനിച്ചിരുന്ന രീതികളൊക്കെ നമുക്കറിയാമല്ലോ. മുതിർന്നവർ വന്നാൽ ബഹുമാനിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മളൊന്ന് എണീറ്റ് നിൽക്കും, അല്ലേ? അധ്യാപകർ വന്നാൽ അവരെ ബഹുമാനിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മളൊന്ന് എണീറ്റ് നിൽക്കും. അതുപോലെ ബഹുമാനത്തിൻ്റെ അടയാളം മറ്റു പലതുമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ ഇന്ന് അതെല്ലാം അതേ രീതിയിൽ നടപ്പാക്കാൻ ഒക്കുമോ? നിങ്ങൾ എന്നാ പറയുന്നു? അതേ രീതിയിൽ ചിലപ്പോൾ ചില ഓഫീസുകളിൽ നമ്മൾ ഇരിക്കുന്ന ആ ഇരിപ്പിടം എന്ന് പറയുന്നത് നമുക്ക് എണീക്കാൻ ഒക്കാത്ത ഒരു ഇരിപ്പിടമാണ്. അവിടെ നമുക്ക് എണീറ്റ് നിന്ന് ബഹുമാനം കാണിക്കാൻ ഒക്കുമോ? അപ്പോൾ ബഹുമാനം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കാണിച്ചിരുന്ന അതേ രീതിയിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് കാണിക്കാൻ ഒത്തു എന്ന് വരത്തില്ല. അതിൻ്റെ അർത്ഥം ബഹുമാനം നഷ്ടപ്പെടുന്നു എന്നല്ല. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ബഹുമാനം പ്രകടമാക്കാം, ഈ ബഹുമാനം എങ്ങനെ നമ്മളിൽ വളർത്തിക്കൊണ്ട് വരാം, അതിൻ്റെ പിറകിലുള്ള മനോഭാവം എന്തായിരിക്കണം
ഇതിനെക്കുറിച്ച് ആദ്യമേ നമുക്ക് ജിജു സാറിനോട് തന്നെ ഒന്ന് ചോദിക്കാം. സാറേ, ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ പണ്ടത്തെ രീതിയിൽ ബഹുമാനിക്കാൻ ഒക്കത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ സാറേ നമ്മുടെ ബഹുമാനം ഒന്ന് പ്രകടിപ്പിക്കുന്നത്? ഒന്ന് പറയാമോ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബഹുമാനത്തിന്റെ തന്നെ പരിഭാഷ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ ഡെഫിനിഷൻ ഓഫ് റെസ്പെക്ട് ഹാസ് ചേഞ്ച്ഡ്. ഇപ്പോൾ നമ്മൾ പല ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ബോസിനെ കയറി പേര് വിളിക്കുക. ഇത് പണ്ടൊക്കെ ഒരിക്കലും ഒരു നമുക്ക് സങ്കല്പത്തിൽ പോലും വരുത്താൻ ഒക്കാത്ത ഒരു കാര്യമാണ്. പുതിയ സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർ അല്ലെ മിസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് മിസ്സസ് ജോസ് അല്ലെ മിസ്സസ് മേരി ആ രീതിയിൽ അഡ്രസ് ചെയ്തുകൊണ്ട് വരിക. ദ ഡെഫിനിഷൻ, ദ വേ വി ഡിഫൈൻ റെസ്പെക്ട് ഹാസ് ചേഞ്ച്ഡ്. ഈ റെസ്പെക്ട് നമ്മൾ കാണിക്കാൻ നോക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ റിയാക്ഷൻസ്. അപ്പൊ അവിടെ എനിക്കൊരു സംശയം സാറേ, ഈ സർ എന്ന് വിളിക്കുന്നത് ഇന്ന് അത് മാറി വരുന്നു എന്നാ പറയുന്നത് അല്ലേ? അതെ. അവരുടെ പേര് വിളിക്കുന്നതിലൂടെ തന്നെ ഒരു ബഹുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതൊരു വെസ്റ്റേൺ കൾച്ചർ അല്ലേ സാറേ? വെസ്റ്റേൺ കൾച്ചർ നമ്മൾ കോപ്പി ചെയ്യുന്നതിൻ്റെ ഒരു അനന്തര ഫലമല്ലേ നമ്മൾ ഇതേ രീതി? അപ്പം നമുക്കൊരു കൾച്ചറും സംസ്കാരവും ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ബഹുമാനം പ്രകടിപ്പിക്കുന്നത്. ഈ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഫലമായിട്ട് അത് നമുക്ക് നഷ്ടപ്പെടുത്തണോ? അച്ഛാ, ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ നോക്കുന്നതിനെക്കാട്ടിലും മുമ്പ് ഞാൻ ശ്രദ്ധ വേറൊരു പോയിന്റിലോട്ട് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലാണ്. ഒരു സമൂഹം എന്ന് പറഞ്ഞ ഒരു ഡെഫിനേഷൻ തന്നെ മാറിയിരിക്കുകയാണ്. ദ വേൾഡ് ഇറ്റ്സെൽഫ് ഇസ് വൺ കമ്മ്യൂണിറ്റി എന്നാ പറയുന്നത്. ഉടനെ ലോകത്തിൽ നടക്കുന്ന ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ്, ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു എക്സിസ്റ്റൻസ് വളരെയധികം ഫീബിൾ ആയിട്ട് വരാൻ പോകുകയാണെന്നാ എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ റെസ്പെക്റ്റിന്റെ പല രീതിയിലുള്ള മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മളും നമ്മുടെ ജീവിതത്തിനെയും എത്തിക്കൽ ലിവിങ്ങിനെയും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ഒക്കുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ബഹുമാനം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കുന്നത് കാലോചിതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണമെന്നാണ് സാറ്. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്, പറഞ്ഞാട്ടെ. ബഹുമാനം എന്നുള്ളത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പുറമേ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തരത്തിലുള്ള ഒരു ബഹുമാനമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ അതിന് ഒരു പ്രത്യേകിച്ച് ഒരു വിലയൊന്നും ഇല്ലാതെ പ്രകടിപ്പിക്കണം. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് പ്രകടിപ്പിച്ചാലേ നമ്മൾ ബഹുമാനിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. പഴയ രീതിയിൽ നമ്മൾ ബഹുമാനം കാണിച്ചിരുന്ന പോലെ പ്രകടിപ്പിക്കുന്ന ഒരു മാർഗം ഒന്ന് പറയാമോ? എൻ്റെ ഉള്ളിലുള്ള ബഹുമാനം ഞാൻ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന ഒരു മാർഗം എന്ന് പറയാമോ? ഇപ്പം ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലോട്ട് വരുവാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ടീച്ചറിനെ വിഷ് ചെയ്യാന്നുള്ളത് ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴായാലും താങ്ക് യു ടീച്ചർ പറയുന്നത് ടീച്ചറിന്റെ ആ സർവീസിനോടുള്ള ഒരു റെസ്പെക്ട് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രസ് ചെയ്യാൻ. ഒരു ടീച്ചർ വന്നാൽ ടീച്ചറിനെ ഒന്ന് വിഷ് ചെയ്യണം. ടീച്ചറിനെ മാത്രം വിഷ് ചെയ്താൽ മതിയോ? നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വേണം. എന്തോ പറയാൻ ശ്രമിക്കുകയാണോ? അതിനോട് യോജിക്കുന്നു. എപ്പോഴും പഴയ പോലെ ബഹുമാനിക്കാനോ പഴയ പോലെയുള്ള ഇത് പിന്തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാക്കിലൂടെ മാത്രമല്ല ബഹുമാനം, പ്രവൃത്തിയിലും ആഗ്രഹങ്ങളിലും എല്ലാത്തിലും ബഹുമാനം പ്രതിഫലിക്കുന്ന ഒന്ന് തന്നെയാണ്. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ പറയും, നിങ്ങളൊക്കെ ഇരിക്കുവാണെങ്കിൽ മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കണം. അത് എല്ലായ്പ്പോഴും പറ്റുന്ന ഒരു സാഹചര്യം. മൂല്യങ്ങളൊക്കെ ഇപ്പൊ പകർന്നു തരുന്നുണ്ടോ? അതൊക്കെ ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അധ്യാപകരായിട്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവർ പറയുന്നു പണ്ടൊക്കെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുമായിരുന്നു, പ്രായമുള്ളവർ വന്നാൽ അവരെ കാണുന്നുണ്ടെങ്കിൽ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം, എണീറ്റ് കൊടുക്കണം. അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് വേണ്ടി സീറ്റ് ഇങ്ങനെയുള്ള മൂല്യബോധങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ അധ്യാപകർ? പ്രഭാതം എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ മുന്നോടിയാണ് എന്ന് പറയുന്നത് പോലെ ശൈശവം ജീവിതത്തിന്റെ മുന്നോടിയാണ്. അപ്പോൾ കുടുംബത്തില് നമ്മുടെ പിള്ളേർക്ക് മാതാപിതാക്കൾ ഇട്ട് കൊടുക്കുന്ന ഒരു അടിത്തറയുടെ മേലിലാണ് അധ്യാപകര് വളമിട്ട് കൊടുക്കുന്നത്. അപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം അധ്യാപകരെ ബഹുമാനിക്കാനും അവര് പറയുന്നത് അംഗീകരിക്കുവാനും ഉള്ള ഒരു കുടുംബത്തിലെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഈ സ്കൂളുകളിലെ കോളേജുകളിലൊക്കെ അധ്യാപകര് ഈ മൂല്യബോധങ്ങൾ പകർന്നു കൊടുപ്പാൻ, ഈ ധാർമ്മികത ഒന്ന് പകർന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ കാലഘട്ടത്തിലുണ്ടോ? നടത്തുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവരത് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നവരിതാ. അതായത് ഈ സ്കൂളിൽ കൊടുത്തുകൊണ്ട് മാത്രമായില്ല,
അത് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന അങ്ങ് പോകുന്നെന്നാ ടീച്ചർ പറയുന്നല്ലേ? അവര് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും എല്ലാത്തിലും മുൻപന്തിയിലായിരിക്കുക. ഞങ്ങളുടെ കുട്ടികൾക്ക് കഷ്ടപ്പെടാൻ പറ്റത്തില്ല, ബസ്സിലായാലും അവർക്ക് ഒരിക്കലും എന്തുവാ എപ്പോഴും. ഈ അഭിപ്രായത്തോട് സാർ യോജിക്കുന്നുണ്ടോ? അതിൽ നിന്നൊരല്പം വിഭിന്നമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അതേ ചുറ്റുപാടുകളിൽ ഇന്നത്തെ ഒരു തലമുറ ഒരു റെസ്പെക്റ്റ് കാണിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും സമൂഹം അവരെ പല രീതിയിലൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെയാണ്, ഇതിൽ കൂടുതലൊന്നും ചെയ്യുകയില്ല, അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ കനൽ മൂടിയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ തലമുറയിൽ ഒത്തിരി നന്മയുണ്ട്. പക്ഷേ പലപ്പോഴും മറ്റു പലരുടെ അഭിപ്രായങ്ങളിലൂടെയൊക്കെ ഇതൊന്നും ഇവരെ നന്മ ചെയ്യുന്നവരല്ല എന്നൊരു കോൺസെപ്റ്റിലേക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ഒന്ന് മാനിക്കുന്ന ഒരനുഭവമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അത് വളരെ നല്ലൊരു ആശയമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനൊരു മനോഭാവം. അച്ഛൻ അതിനോട് യോജിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റിന്റെ ഭാഗമാണോ? തീർച്ചയായിട്ടും നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ, മറ്റുള്ളവരുടെ ചിന്തകളെ, അഭിപ്രായങ്ങളെ ബഹുമാനിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടുന്നതും അത്തരം അനുഭവങ്ങളായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുപോലെ ഒത്തിരിയേറെ അസഹിഷ്ണുത ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ പരിഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും സംവാദം കൊണ്ട് നേരിടാനായിട്ട് പറ്റണം. അത് വളരെ നല്ലൊരു ആശയമാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അതായത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കണം, അവരുടെ ആശയങ്ങളെ നമ്മൾ മാനിക്കണം, അവരുടെ ഫീലിങ്ങിനെ നമ്മൾ മാനിക്കണം. ഇതൊക്കെയാണ് അച്ഛൻ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ പറഞ്ഞാൽ അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി ബഹുമാനം പ്രകടിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരം. എന്നാൽ ഇന്ന് അവയ്ക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ, എങ്കിൽ പോലും ഇത്തരം രീതികളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിലുപരി അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ പെരുമാറ്റത്തിലാണ് ബഹുമാനം കൂടുതൽ പ്രകടമാക്കേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, അവയിലൊക്കെയാണ് ബഹുമാനം ഈ രീതികളിലേക്കാളും ഉപരി നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ ഈ ഫീലിങ്സ്, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ക്രിയാത്മകമായിട്ട് അതിനോടുള്ള ഒരു പ്രതികരണം കൊടുക്കുന്നതാണ് ഈ ശരിക്കുമുള്ള റെസ്പെക്റ്റ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അതിനോടുകൂടി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം യെസ് പറഞ്ഞാട്ടെ. നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിനർത്ഥം നിങ്ങളിലുള്ള ദൈവികതയിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വെസ്റ്റേൺ കൾച്ചറാണ്. അപ്പം നമുക്ക് ഈ റെസ്പെക്ട് എന്നുള്ളത് കിട്ടേണ്ടത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭവനങ്ങളിൽ നിന്ന് കിട്ടണം. അതായത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം മുഴുവനും കുടുംബത്തിൽ നിന്നാണ്. മാതാപിതാക്കന്മാരോടുള്ളതും സഹോദരങ്ങളോടുള്ളതും മുതിർന്നവരോടുള്ളതും ഒക്കെ. കുടുംബത്തിലുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയാണെങ്കിൽ പിന്നെ കുടുംബകലഹം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. നമ്മൾ അതിനുള്ള ഒരു മനസ്സ് കാണിക്കണം, വിട്ടുകൊടുക്കണം. അതെന്താ വിട്ടുകൊടുക്കാത്ത? എന്നാ നമുക്ക് തന്നെ മുമ്പോട്ട് പോകണം, നമ്മൾ പറയുന്ന കേൾക്കണം, അങ്ങനെ ഒരു ചിന്തയിലുള്ള ഞാനാണ് ശരി എന്നുള്ള ആ ഒരു വലിയ ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിട്ടുകൊടുക്കാത്തത് അല്ലേ? ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ഭാഗമാണ് ശരി, അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ല. ജെജു സാറേ, എനിക്ക് ഇവിടെ ഒരു അഭിപ്രായം വേണ്ടത്, ഞാൻ പലപ്പോഴും വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ വിട്ടുകൊടുക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ഞാൻ ചെറുതാകാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് മുൻപിൽ നിൽക്കണം. അതാണോ അതിന്റെ ശരിയായിട്ടുള്ള? കറക്റ്റ് ആണ് അച്ഛാ, പിടിച്ച ആ ഒരു പോയിന്റ് ഇസ് പെർഫെക്റ്റ്ലി റൈറ്റ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ റെസ്പെക്റ്റിൽ ഇപ്പം നമ്മൾക്ക് കാഴ്ചവെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആക്ഷൻ ആൻഡ് നമ്മുടെ റിയാക്ഷൻ. ഈ ഏത് രീതിയിലാണ് എൻ്റെ ആക്ഷൻ ഞാൻ ബഹുമാനത്തിനെ പ്രകടിപ്പിക്കുന്നത്, ഏത് രീതിയിലാണ് മുമ്പിൽ നിൽക്കുന്ന ഒരാളോ മുമ്പിൽ വരുന്ന ഒരു സിറ്റുവേഷനിലോട് എൻ്റെ റിയാക്ഷൻ വരുന്നത്, അതാണ് ഈ വന്ന കാലഘട്ടത്തിൽ റെസ്പെക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ അച്ഛൻ ഞാൻ ചോദിക്കുകയാണ്, ഞാനോ കുറയണം നീയോ വളരണം എന്നുള്ള ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഞാൻ കുറയണം നീ വളരണം എന്നുള്ളതിനെക്കാട്ടിലും അച്ഛാ എനിക്ക് തോന്നുന്നത്
ഞാനും വളരണം നീയും വളരണം എന്നുള്ള അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതലായിട്ട് റെസ്പെക്റ്റിന്റെ മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്ന ആ രീതിയിലേക്ക് നമ്മളൊന്ന് വളരുന്നതാണ് കുറെ കൂടെ ബഹുമാനത്തോടുള്ള വളർച്ച എന്ന് എനിക്ക് അതിൽ ഞാൻ പറയാൻ അച്ഛൻ പറഞ്ഞ ആ ഉദ്ദേശം, ഞാൻ കുറയുന്നു മറ്റൊരാൾ വളരുന്നു. ഞാൻ കുറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ കുറയുന്നത് അല്ല, എന്റെ നെഗറ്റീവ്സ് കുറഞ്ഞു വരികയാണ്. മറ്റൊരാളുടെ പോസിറ്റിവിറ്റി എന്നിൽ വളരുകയാണ്, എന്റെ നെഗറ്റിവിറ്റി അവിടെ കുറയുകയാണ്. അത് വളരെ നല്ലൊരു ആശയമാണ്. മറ്റൊരാളുടെ ഈ പോസിറ്റിവിറ്റി വളരുമ്പോൾ എന്നിലുള്ള നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ അതാണ് ഞാൻ കുറയുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറയണം നീ വളരണം എന്ന് പറയുന്ന വലിയൊരു മനോഭാവമാണ് കേട്ടോ. ആ മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നത്. അപ്പോൾ മറ്റുള്ളവൻ്റെ പോസിറ്റിവിറ്റി വർദ്ധിച്ചു വരുന്നതിൽ ഞാൻ സന്തുഷ്ടനാകും. അല്ലേ? ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാണല്ലോ, പറഞ്ഞാട്ടെ. ഇവിടെ എല്ലാവരും പറയുന്നത് റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. മാറ്റം വരുത്താനുള്ള എല്ലാ അവകാശവും ഇദ്ദേഹത്തിനുണ്ട്. പറഞ്ഞാട്ടെ. ആ മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ റെസ്പെക്ട് എന്ന് പറഞ്ഞ് മിയർലി ഒരു വേർഡായിട്ട് മാത്രമാണ് റിമെയിൻ ചെയ്യുന്നത്. നമ്മളുടെ ഇമോഷൻസ് ആയിട്ട് അതിനൊരു കണക്ഷനും ഇല്ല. ഇപ്പൊ നമ്മളൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു, നമ്മളുടെ ഡ്യൂട്ടി ആയിട്ടാണ് അത് നമ്മൾ കണക്കാക്കുന്നത്. അത് നമ്മളുടെ മനസ്സിൽ നിന്ന് എപ്പോൾ വരുന്നു അന്നേരം മാത്രമേ അതിന് റെസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂ. എന്തിനാ ഗുഡ് മോർണിംഗ് പറയുന്നത് വേറൊരാളെ കാണുമ്പോൾ? അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് വിഷ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതായിട്ടെന്ന് പറയുന്നത് ഇവിടെ ആൾക്കാർ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് അത് കടക്ക് കൂട്ടുന്നത്. ആരും മനസ്സിൽ നിന്നോ ഒരു ചിരിയോടുകൂടിയോ അത് പറയാൻ ശ്രമിക്കുന്നേ ഇല്ല. കുറഞ്ഞ പക്ഷം ഒരു ഡ്യൂട്ടി പോലാണെങ്കിലും അത് ചെയ്യുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഡ്യൂട്ടി പോലെ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു നന്മയും കിട്ടുന്നില്ല. നമ്മൾ അത് ആൾക്കാരെ പ്രകടിപ്പിക്കാൻ നമുക്ക് നന്മ കിട്ടുന്നില്ലെങ്കിൽ മറ്റവർക്ക് നന്മ കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രകടനം കൊണ്ട് ആർക്കും ഒരാൾക്കും രണ്ട് സൈഡ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, മറ്റൊരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു ഡ്യൂട്ടി ആണെന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെയും മറ്റേ ആളിന് കിട്ടുന്ന ഒരു ഫീലിംഗ്, ഐ ആം ബീങ് റെക്കഗ്നൈസ്ഡ്, എന്നെ അംഗീകരിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ മുഖം തിരിച്ചങ്ങ് പോവുകയാണെങ്കിൽ അവർക്ക് ഐ ആം റിജക്റ്റഡ് എന്നുള്ളൊരു ഫീലിംഗാണ് കിട്ടുന്നത്. അപ്പോൾ റിജക്റ്റഡ് അല്ല, യു ആർ അക്സെപ്റ്റഡ് എന്നുള്ളൊരു ഫീലിംഗാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പറയണം. അഥവാ അന്തസ്സത്ത വല്ലപ്പോഴും നഷ്ടപ്പെട്ടാൽ തന്നെയും ഈ പറയുന്നത് നിർത്തരുത് കേട്ടോ. വേറൊരാളെ കാണുന്ന ഉടനെ നമ്മൾ അവരെ വിഷ് ചെയ്യണം. അങ്ങനെ വിഷ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മറ്റൊരാൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ ഓർത്തോണം. അല്ല ഫാദർ, ഇപ്പൊ നമ്മള് സാൻഡിൽ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അടിസ്ഥാനമില്ല, അത് എപ്പം വേണമെങ്കിലും താഴെ വീഴാം. അതുപോലാണ് നമ്മൾ മനസ്സോട് പറയാത്ത ഓരോ വിശ്വസും ഓരോ നിലനിൽക്കുകയില്ല. എൻ്റെ ഒരു വിശ്വാസം, എല്ലാവരുടെയും അകത്ത് ദൈവത്തിൻ്റെ ഒരു അംശമുണ്ട്. അപ്പം നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് അവിടെ ദൈവികതയെ നമ്മൾ ബഹുമാനിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ആക്ച്വലി ഒരാൾ നമ്മൾ റെസ്പെക്ട് കൊടുക്കുമ്പം നമ്മൾ നമ്മളെ ഉണ്ടാക്കിയ സൃഷ്ടാവിനെ തന്നെ ബഹുമാനിക്കുന്ന പോലാണ്. മറ്റുള്ള ഒരാളെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എന്നുള്ളൊരു ഉൾക്കാഴ്ചയാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ശരിക്കുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, അവരുടെ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, ബഹുമാനിക്കുക, അവരുടെ ഫീലിങ്ങിനെ നമ്മൾ ബഹുമാനിക്കുക, അതുപോലെയുള്ള അവരുടെ മറ്റ് പല ആക്ഷൻസും അതെല്ലാം ഉൾക്കൊള്ളാൻ ഒക്കത്തില്ലെന്ന് വരികിലും അതിനെ നമ്മൾ ഉൾക്കൊള്ളാനുള്ള വിശാല മനോഭാവം കാണിക്കുക എന്നുള്ളത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മൂല്യങ്ങൾ, ധാർമ്മികത ഏതൊക്കെയാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിവിധ വശങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് നമുക്ക് ചർച്ചയിൽ എടുക്കുവാനായിട്ട് സാധിക്കും. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന് നമുക്ക് കേൾക്കാം. ഒരാളിന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാകുന്നത് ആള് ദേഷ്യപ്പെടുമ്പോഴാണെന്നാണ്. ദേഷ്യപ്പെടുന്നത് എപ്പോഴും അത്ര മോശമായ ഒരു സംഗതി അല്ല. നമ്മളിൽ
ദേഷ്യമുണ്ടാകും. എന്നാൽ മോശമാകുന്നത് എപ്പോഴാണ്? ഈ ദേഷ്യം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് അപകടങ്ങളിലേക്ക് ചാടും. ഇയാൾക്ക് ഇത്രയും നല്ല കൂൾ ആറ്റിറ്റ്യൂഡോട് നിൽക്കാമെങ്കിൽ എനിക്കും എൻ്റെ ദേഷ്യത്തിനോട് ഇച്ചിരി അകന്ന് മാറി നിൽക്കാൻ കഴിയും. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടുന്ന ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. കാരണം ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ പ്രയത്നിക്കുന്നതും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് തയ്യാറല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുമ്പോഴേ അത് കൂടുതൽ മൂല്യവത്താകൂ എന്നാണ്. ഞാൻ ഇന്ന് ഒരാൾക്കൊരു ഫുഡ് കൊടുത്തു, പക്ഷെ നാളെ എനിക്ക് അവനത് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പൊ അനുസരിക്കുന്നതിന്റെ പിറകിൽ രണ്ട് കാരണമാണ്. ഒന്ന് ഭയത്തിൽ നിന്ന്, മറ്റൊന്ന് നമ്മുടെ കടമയെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്ന്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.